ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എൻ്റെ കുടുംബാംഗങ്ങളെ, സുഖമാണോ? സന്തോഷം? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സന്തോഷമാണോ? കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹം കേട്ടോ. ഹായ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും കർത്താവിൻ്റെ ദയയാൽ കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. യാത്രയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു ക്ഷീണമുണ്ട്. 1-2 ദിവസം ചെറിയ റെസ്റ്റിലൊക്കെയാണ്. കുഴപ്പമില്ല, എല്ലാം റെഡി ആയിക്കോളും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും പ്രത്യേകം നന്ദി കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഏതായാലും നമ്മുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫി തട്ടിൽ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഒരുപാട് ദിവസങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. പിതാവാണ് ഒരുപാട് പേരെ പ്രാർത്ഥന ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഒരു നന്മറിഞ്ഞറിയും പിതാവിൻ്റെ ജയിലിൽ കാഴ്ചവെക്കുക അല്ലേ? പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയാമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇവരുടെ കൂടെ പുറപ്പെടുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ജോഷുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 3 വേഴ്സ് 14. അതിന് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത് തങ്ങൾക്ക് മുൻപേ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു വചനമാണ്. അപ്പം ജനം ആരോട് കൂടിയാണ് പുറപ്പെട്ടെന്ന് ചോദിച്ചാൽ, തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതരുടെ കൂടെ ജനം. എന്തിനു വേണ്ടിയിട്ടാണ്? ജോർദാൻ നദി കടക്കുന്നതിന് വേണ്ടി അവരവരുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെടുക. പ്രിയപ്പെട്ട പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലന്മാരുടെ കൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആൾക്കാർക്ക് ബോധ്യമായി. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരം അവരുടെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് കാണുക. അപ്പം അതുകൊണ്ട് എൻ്റെ ജനം ഒരുപാട് അങ്ങോട്ട് ഓടിക്കൂടുക. പഴയ നിയമത്തിൽ പല സ്ഥലത്ത് ഇതുപോലെ തന്നെ വചനങ്ങളുണ്ട്. അത് ആസായോടുകൂടെ ദൈവം ഉണ്ടായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അനേകം ഗോത്രങ്ങളിൽ നിന്ന് അനേക ദേശക്കാർ വന്ന് അവൻ്റെ കൂടെ താമസമാക്കുന്ന വചനമുണ്ട്. സക്കറിയ 8 മറ്റൊരു വചനമുണ്ട്. ഞാൻ അഭിഷേകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ ഈ യഹൂദൻ്റെ പിടിച്ചുകൊണ്ട് അവൻ്റെ അങ്കിയിൽ അവൻ്റെ കുപ്പായത്തിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ നിന്നോട് പറയും ദൈവം കൂടെയുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം ഒരു മനുഷ്യൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും തടയാൻ പറ്റിയല്ല. ദൈവജനവും ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവജനം തന്നെ വരും. ഇപ്പം ലൂർദിൽ നമുക്ക് തടയാൻ പറ്റിയല്ല അല്ലേ? മാതാവിൻ്റെ വലിയ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ വലിയ സാന്നിധ്യം ഉള്ളിടത്ത് അവർ കാരണം എന്താ? അവിടെ ദൈവിക സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പം മക്കൾ നമ്മുടെ കൂടെ തന്നെ വരണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പ്രസ്ഥാനം നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജനം നമ്മുടെ കൂടെ വരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. അത് വൈദികനായാലും സിസ്റ്ററായാലും അൽമായനായാലും കുടുംബജീവിതക്കാരനായാലും ഏകസ്ഥനായാലും ഏത് അവസ്ഥയിലുള്ള ആളാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ ഉറപ്പുവരുത്താൻ വി ഹാവ് ടു മേക്ക് ഷുവർ. നമുക്ക് മേക്ക് ഷുവർ വരുത്തേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ കൂടെയുണ്ടോ എന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്താം. ദൈവം കൂടെയുള്ള വ്യക്തിയുടെ കൂടെ അതിൻ്റെ അടയാളങ്ങൾ എപ്പോഴും ചുറ്റും കാണുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇത് മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ മറിച്ച് നമ്മൾക്ക് തന്നെ ഒന്ന് ഉറപ്പാക്കണം. ദൈവമേ അല്ലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, നന്ദി പറയുന്ന, മഹത്വപ്പെടുത്തുന്ന കർത്താവായ ദൈവം, അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൃപയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അവിടെ ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കുന്ന ജനമാണല്ലോ. കർത്താവ് മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. മോശയുടെ പ്രാർത്ഥന. കർത്താവായ ദൈവമേ, യേശു പറഞ്ഞു, പിതാവ് എപ്പോഴും എൻ്റെ കൂടെയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഏകനല്ല. പിതാവ് പ്രവർത്തനതരാണ്. പിതാവ് പറയുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് എന്നോട് പറയുന്ന കേട്ടിട്ട് ഞാൻ ചെയ്യുകയാണ്. അവിടുന്ന് കാണിച്ചല്ല വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ ഈശോയെ, ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ കർത്താവേ. ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കർത്താവേ അഭിയൊന്ന് പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയെ നയിക്കാനുള്ള കൃപ പിതാവിൽ കൊടുക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ കുടുംബങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരികളെ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ശക്തമായി ആവസിക്കട്ടെ. തടസ്സങ്ങളെല്ലാം വിട്ടുപോട്ടെ. ഓ കർത്താവ് ദൈവമേ, കർത്താവ് കൂടെയുള്ള മനുഷ്യരായി ഞങ്ങൾ മുന്നോട്ട് ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.